കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഡൽഹി ജന്തർ മന്ദറിൽ സമരം തുടരാൻ കോക്രോച്ച് ജനതാ പാർട്ടി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ജന്തർ മന്ദർ വിടില്ല എന്ന് സിജെപി സ്ഥാപകൻ അഭിജിത് ദീപ്കെ വ്യക്തമാക്കി. എല്ലാവരോടും ജന്തർ മന്ദറിൽ എത്തിച്ചേരാൻ ആഹ്വാനം ചെയ്തു. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കും സമരവേദിയിൽ എത്തിയിട്ടുണ്ട്. It's very good that young people have risen to raise their issues without fear, without hate, very peacefully, very calmly. तो जिस तरह से शांति से प्यार से वो अपनी आवाज उठा रहे हैं, ये बहुत अच्छी बात है। मैं वही कहूँगा कि इसमें सभी को जुड़ना चाहिए। ये सिर्फ कुछ युवकों का संघर्ष नहीं है। ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ചേരുന്നത് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ആദ്യം ഓൺലൈനിൽ തുടങ്ങിയ സോഷ്യൽ മീഡിയ വഴി തുടങ്ങിയ ഒരു പാർട്ടി അത് പിന്നീട് പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്നു. ഇപ്പോൾ ആ പ്രതിഷേധം കേന്ദ്രമന്ത്രിയുടെ രാജിയോടെ അല്ലാതെ അവസാനിപ്പിക്കില്ല എന്നുള്ള തരത്തിലേക്കൊക്കെ എത്തി നിൽക്കുന്നു. ഈ പ്രതിഷേധം ഇവിടെ തന്നെ തുടരാനാണോ സിജെപി ലക്ഷ്യമിടുന്നത്? രാജ്യവ്യാപകമായി ഇനി ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വ്യാപിപ്പിക്കാനാണോ പദ്ധതി? പ്രവിത, ജന്തർ മന്ദറിൽ ഇപ്പോൾ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന തരത്തിലേക്കാണ്. പോലീസും സമരക്കാരും ഏതാണ്ട് മുഖാമുഖം നിൽക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. ജന്തർ മന്ദറിലേക്ക് സിജെപി രണ്ടാം തവണയും ഒരു പ്രതിഷേധവുമായി ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് പ്രതിഷേധം ആരംഭിച്ചത്. ഈ പ്രതിഷേധിക്കാൻ 5 മണിവരെയായിരുന്നു പോലീസ് അനുമതി നൽകിയിരുന്നത്. എന്നാൽ 4:30 സമരം നീട്ടും എന്ന് അഭിജിത് ദീപ്കെ പ്രഖ്യാപിക്കുകയായിരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അത് സംഭവിച്ചെങ്കിൽ മാത്രമേ ജന്തർ മന്ദർ വിടൂ എന്നാണ് പ്രഖ്യാപനം ഉണ്ടായത്. കൂടാതെ കൂടുതൽ പേരോട്, ആളുകളോട് വീട്ടിലിരുന്ന് ടിവികളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഈ പ്രതിഷേധം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പൊതുജനങ്ങൾ, മാതാപിതാക്കൾ എന്നിവരോട് ജന്തർ മന്ദറിലേക്ക് എത്തി തങ്ങളെ പിന്തുണയ്ക്കാനുള്ള ആഹ്വാനവും അഭിജിത് ദീപ്കെ നടത്തി. തുടർന്നാണ് പ്രതിഷേധം 4:57 ഈ പ്രതിഷേധ വേദിയിൽ കുത്തിയിരുന്നു കൊണ്ട് അഭിജിത് ദീപ്കെയും പാർട്ടിയുടെ മറ്റ് നേതാക്കളും ഒപ്പം തന്നെ സിജെപിയുടെ പ്രതിഷേധത്തിന് പിന്തുണയുമായി എത്തിയ SFI അടക്കമുള്ള മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ വേദിയിൽ കുത്തിയിരിക്കാൻ ആരംഭിച്ചത്. എന്തായാലും ഇതിന് പിന്നാലെ പോലീസ് അനൗൺസ്മെന്റ് ആരംഭിക്കുകയായിരുന്നു. 5 മണിവരെയാണ് പ്രതിഷേധിക്കാൻ സമയം അനുവദിച്ചത് എന്നും അതിൽ കൂടുതൽ സമയം അനുവദിക്കാനാകില്ല, സുപ്രീം കോടതി നിർദ്ദേശമാണ്, ജന്തർ മന്ദറിൽ 5 മണിവരെ മാത്രമായിരിക്കും പ്രതിഷേധിക്കാൻ അവസരം നൽകുക എന്നും മൈക്കിലൂടെ അറിയിക്കുകയായിരുന്നു. എന്നാൽ തങ്ങൾ മാറില്ല എന്നും ഇവിടെ നിന്ന് മാറ്റുകയാണെങ്കിൽ അത് ജയിലിലേക്കാകണം എന്നുമുള്ള പ്രഖ്യാപനമാണ് അഭിജിത് ദീപ്കെ നടത്തിയത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, IPS റാങ്കിലുള്ള 5 ഉദ്യോഗസ്ഥർ എങ്കിലും ജന്തർ മന്ദറിൽ ഈ ഒരു ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. മുതിർന്ന ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഈ സമരവേദിയുടെ പിൻഭാഗത്തു നിന്നും ആളുകളെ പോലീസ് കുറെ പേരെ ഇതിനകം തന്നെ ഒഴിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവരോട് വാക്കാൽ ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. കുറച്ചുപേർ വേദി വിട്ടുപോയിരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ആളുകളുടെ ആദ്യ ദിവസങ്ങളിൽ പ്രതിഷേധത്തിന് അധികം ആളുകൾ എത്തിച്ചേർന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ പ്രതിഷേധം കനക്കുമ്പോൾ കൂടുതൽ ആളുകൾ ഈ പ്രതിഷേധത്തിലേക്ക് വരുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ആ പ്രതിഷേധം അതിന്റെ കരുത്തിന്റെ അങ്ങേയറ്റം എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിപ്പോൾ ഡൽഹി ജന്തർ മന്ദറിൽ സമരം തുടരാനാണ് കോക്രോച്ച് ജനതാ പാർട്ടി ആലോചിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.